സാറ് ഫ്രണ്ട് കയറിക്കോ. ഇങ്ങോട്ട് വെച്ചോ. അപ്പോൾ നമ്മ ഇറങ്ങിയാട്ടോ. ഇത് സംബന്ധിച്ചാല് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ കൾച്ചർ. ഗോയിങ്. കണ്ടെത്തിയാ? ഇതന്നെ. പിന്നണി ഗായകൻ ബിജു നാരായണ സാറിനെ കൂട്ടിയിട്ട് പ്രോഗ്രാമിന് കേട്ടോ. താഴെ ഇറങ്ങി അവളുടെ ഫോട്ടോ എടുക്കുക. ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുക. നമ്മളെ മനോജേട്ടൻ, സ്വരരാഗ് മനോജേട്ടൻ. അതാ ബിജു നാരായണ സാറ്. സാറ് ഫ്രണ്ട് കയറിക്കോ. ഇങ്ങോട്ട് വെച്ചോ. ഞാൻ വരാം, അങ്ങോട്ട് വരാം. സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക് പോകുന്ന കേട്ടോ. രാത്രി പരിപാടി, ഒരു 7 മണി ആണ് സമയം. ഇച്ചിരി ലേറ്റ് ഇങ്ങോട്ടാവും. അപ്പോൾ സൗണ്ട് ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിക്കാണ് ഇപ്പം വന്നേ. റൂമിൽ നിന്ന് ഞാൻ വണ്ടിയുടെ പാർക്ക് ചെയ്യട്ടെ. ഞാൻ റൂമിലെത്തി. വണ്ടി സൈഡാക്കട്ടെ. സാറും സാറിൻ്റെ മകനുമാണ്. ബിജു നാരായണ സാറും സാറിൻ്റെ മകനും റൂമിലേക്ക് പോയി. വണ്ടി സൈഡാക്കട്ടെ. എനിക്ക് നോമ്പുരിക്കാൻ വേണ്ടിക്ക് എന്നോട് പറഞ്ഞ് അഷ്റഫെ നോമ്പുരിക്കാൻ സമയമില്ലേ, ഞാൻ നോമ്പുരിക്കേണ്ട കാര്യങ്ങൾ സെറ്റാക്കട്ടെ. നമുക്ക് റൂമിലേക്ക് പോകട്ടോ. ഓക്കെ, റൂമിലേക്ക് വിടാം. റൂമിലേക്ക് വിട്ടാ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലായിടത്തും തേർഡ് ഫ്ലോർ. തേർഡിൽ 404. അപ്പോൾ നമ്മൾ പോവുകയാണ് പ്രോഗ്രാം കേട്ടോ. 1 ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ട് തന്നെ. ബിജു നാരായണ സാർ വരുന്നുണ്ട്. എന്നാ ബിജുവേട്ടനെ കൂട്ടാൻ വേണ്ടിക്ക് വണ്ടി വന്നില്ല. നമ്മളെ വണ്ടി പോകാന്നാണ് ഉണ്ടായത്.
അപ്പോൾ അവിടുന്ന് വണ്ടി അയച്ചിന് പോലും പ്രോഗ്രാമിൻ്റെ അവിടുന്ന് അയച്ചതായിരിക്കും എനിക്ക് തോന്നുന്നു. പ്രേത്തേട്ടൻ അതിലൊക്കെ ഇരുന്നിട്ടുണ്ട്. കാര്യം ചെയ്യാം, അവർ കാറ് വണ്ടി അയച്ചിന് ബാക്കിലുണ്ടപ്പോൾ മടിയിലൊക്കെ. നന്നായി. നമ്മളിപ്പോൾ പോയത് എന്നോട് പറഞ്ഞ് ബിജോട്ടൻ പറഞ്ഞ് എന്നാൽ പിന്നെ നിങ്ങൾ മെല്ലെ വന്നാൽ മതിയില്ലേ. കുഴപ്പമില്ലല്ലോ, അതല്ലേ അല്ല എന്നോട് പറഞ്ഞാൽ നിങ്ങൾ മെല്ലെ വന്നാൽ ഇപ്പോഴേ തുടങ്ങൂലല്ലോ, അങ്ങനെ തിരക്കിട്ട് വരണ്ടെന്ന് പറഞ്ഞു. വയ്യ വന്നാൽ മതി എന്ന് പറഞ്ഞു. പഞ്ചറായിട്ടൊന്നുമില്ലല്ലോ ടയർ? ഇല്ലപ്പോൾ അത് ജില്ലയായോണ്ടാണ്. ഓക്കോ എടങ്ക വണ്ടി സൈഡാക്കണം. വണ്ടി വണ്ടി അങ്ങനെ ഇവിടെ പാർക്കാക്കി. ജനറേറ്ററും കാര്യങ്ങളില്ല ഒരു പാർക്കാക്കിയിട്ടുണ്ട്. ഇതെന്താ ബിൽഡിങ്? സ്കൂളാന്ന് തോന്നട്ടോ കണ്ടിട്ട്. സ്കൂളല്ലേ? സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. യെസ്, പഴയ ബിൽഡിങ്ങാന്ന് തോന്നട്ടോ. ഓടിട്ടേ പഴയ ഓടിട്ട ബിൽഡിങ് കേട്ടോ. യെസ് ഗോയിങ് ടു പ്രോഗ്രാം. ആങ്കറിങ് നമ്മുടെ പ്രൈത്താട്ടെ. ഇതേ വേദിയിൽ നിൽക്കാൻ ഇവിടെ ഒരു കാരണക്കാരനായ കൃഷ്ണഭക്തനെ പ്രത്യേകം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ എടുപ്പാണ് എല്ലാവരും. സാറിൻ്റെ ഇവിടെ അപ്പോൾ നമ്മ ഇറങ്ങിയേട്ടാ. പോയേട്ടാ. വണ്ടീൻ്റെ അടുത്തെത്തി. അവിടുന്ന് ഇറങ്ങാൻ പറ്റ പാട്. ഇതെന്താക്കോ വരണ്ട ബോസ്, ഈ വണ്ടി ഒന്ന് മാറ്റി തരുമോ? ഒരു വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി മാറ്റി തരണേ. അങ്ങനെ ഇവിടുന്ന് റൂമിലേക്ക് കേട്ടോ. ഫുഡ് കഴിക്കണം. നേരെ ഫുഡ് കഴിക്കാൻ റൂമിലേക്ക്. എന്തൊക്കെ വെച്ചിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിച്ച കഴിഞ്ഞ ടീമാണോ ചോദിച്ചു. ഇപ്പൊ കമ്മിറ്റി പറഞ്ഞു അത് ആ സെയിം ടീമാണെന്ന്. അപ്പൊ എനിക്ക് ഗ്യാരണ്ടി, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നത് രാകേഷ് ബ്രഹ്മാനന്ദനും രഞ്ജിനി ജോസും. അതിന് മുമ്പ് കൈതപ്ര സാറ് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ കണ്ട ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് റൈസ് ഐറ്റംസ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കാൻ പറയണം. അങ്ങനെ എടുത്തിട്ട് ഫ്രൈഡ് റൈസ് രണ്ടെണ്ണം എടുത്തോ? ചിക്കൻ ചെറിയ പൊറോട്ട ഇങ്ങനെ എടുക്കുക.
എനിക്കൊന്നും പരിപാടി ഇടാം സെറ്റാക്കണം. ഇത് കണ്ട നിങ്ങൾ നോക്കിയേ എന്താ സാധനം ഇങ്ങനെ കറിയാന്ന് കറി ഇങ്ങനെ എടുത്തിട്ട് എന്താ കാരം ഇതാട്ടെ മുക്കടിക്കാൻ ഒരു കോമഡി എന്നറിയാം അത് സ്റ്റാഫ് പിന്നെ സാധനം കൊണ്ടേച്ച് ചൂടുള്ളൂ ഇറങ്ങിയ ഞാൻ കുടിക്കുന്നതാന്ന് ഞാനെടുത്തിട്ട് ഒരു കവിള് കുടിച്ച് ഒരു കവിള് വയ്യാവർ വന്നിട്ട് പറയുന്നു കയ്യാകുന്നതാണ് ഞാൻ ഭാഷ ഒരു ചെറുനാരങ്ങി ചൂടുള്ളൂ ഭാഷാന്ന് പറയും എടുത്തോ ഒരു ഇതാന്നത് അത് ഇവിടെ ഭാഷയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാവും ചെറുനാരങ്ങയും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ തന്നെ കയ്യാകുന്ന സംഭവമാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഭാഷ കറി കറി രക്ഷില്ല സാധനം ചിക്കൻ കറി എന്നുള്ള പറഞ്ഞ ഇതോ ബൈ 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 യെസ് സംഭവം വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വാഷ് ഇതാ കഴുകി സംഭവം ഇത് സംബന്ധിച്ചാൽ ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ കൾച്ചർ, എസ്പെഷ്യലി നമ്മുടെ കർണാടക ആ ഒരു ബോർഡറിൽ കണ്ടുവരുന്ന കൾച്ചറാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇത് അവരുടെ ഭാഷയിൽ ലിംബു നാരങ്ങ എന്ന് പറയും, ചെറുനാരങ്ങ, അത് ഒരു ചൂടുവെള്ളത്തിലിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ കൈ കഴുകുക. അത് കർണാടകയുടെ ഒരു സംസ്കാരമാണ്. അതിവിടെ ഇവർ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് പർപ്പസിന് മാത്രം, കാരണം നമ്മുടെ മലയാളികൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒരു വെറൈറ്റി കസ്റ്റമർ ഒരു കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്തായാലും നമ്മൾ കൈ കഴുകി ലെമൺ ചൂടുവെള്ളം ചെറിയ ചൂടട്ട ലൈറ്റ് ചൂട് ആദ്യമായിട്ടത് ഇഗ്രഹത് ഞാനാദ്യമായിട്ടത് കേട്ടോ ഇഗ്രഹത്. ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിയുന്ന തന്നെ ആദ്യമായിട്ടാണ്.